ദേശീയ തലത്തിൽ വോട്ട് ചോരിയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് മേലുള്ള അവിശ്വാസ്യതയും ഒക്കെ വളരെ പാടുപെട്ട് കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നതാണ് രാഹുൽ ഗാന്ധി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ തന്നെ ഒരു മുതിർന്ന അംഗവും അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ചില സഖ്യകക്ഷികളും ഈ വിഷയത്തിൽ രാഹുലിനെതിരെ തിരിഞ്ഞത് കനത്ത തിരിച്ചടിയായി. രാഹുൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ BJP വോട്ട് ചോരി നടത്തിയാണ് അധികാരത്തിൽ കയറിയത് എന്ന് ശക്തമായി വാദിച്ചുകൊണ്ട് PR വർക്കുകളിലൂടെ പ്രക്ഷോഭങ്ങളിലൂടെ ഒക്കെ മുന്നോട്ട് പോവുകയാണ്. ഒരു വേള അദ്ദേഹം രാജ്യത്തെ ചെറുപ്പക്കാരോട് തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്തു. ഈ സർക്കാരിനെ കായികമായി നേരിട്ട് വലിച്ചു താഴെയിട്ട് ചവിട്ടിത്തേക്കണം എന്നായിരുന്നു രാഹുൽ ഗാന്ധി ജൻസി പ്രക്ഷോഭകരോട്, നമ്മുടെ ചെറുപ്പക്കാരോട് ഒക്കെ ആവശ്യപ്പെട്ടത്. പക്ഷേ അതാരും ചെവിക്കൊണ്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം. എന്തായാലും രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ വോട്ട് ചോരിയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ അപാകതകളും എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ DMK, MK സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന DMKയും അതുപോലെ മമതാ ബാനർജി നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസും രാഹുലിനൊപ്പം നിന്നുകൊണ്ട് ഈ വോട്ട് ചോരിക്കെതിരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള രാഹുൽ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ പിടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി. നമുക്കറിയാം, ഈ കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ വോട്ട് ചോരി സംഭവിച്ചു. അവിടെ വലിയ രീതിയിൽ, അത് കോൺഗ്രസ് ജയിച്ച മണ്ഡലമാണ്, അതാണ് അതിലെ ഏറ്റവും വലിയ തമാശ. ആ മണ്ഡലത്തിൽ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുകളുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷികളെല്ലാം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ റോഡ് ഉപരോധിച്ച് സമരം ചെയ്തതൊക്കെ നമ്മൾ കണ്ടു. മഹുവ മൈത്രയൊക്കെ ആ സമരത്തിൽ കാട്ടിക്കൂട്ടിയ കോലാഹലം ലോകം മുഴുവനും, ചാനലുകളിൽ കൂടെ ലോകം മുഴുവനും കണ്ടു. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ തന്നെ മുന്നണിയിലെ ചില കക്ഷികൾ ഈ വിഷയത്തിൽ വലിയ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് ആദ്യത്തെ വെടി പൊട്ടിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ വോട്ട് ചോരി എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു മുദ്രാവാക്യമാണ്. ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും അതിനെ അനുകൂലിക്കുന്നില്ല. ഞാൻ എന്തായാലും അനുകൂലിക്കുന്നില്ല. കാരണം ഞാൻ ഇതേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച്, ഇതേ വോട്ടർ പട്ടിക ഉപയോഗിച്ചാണ് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. എൻ്റെ സർക്കാർ അവിടെ ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിലെത്തിയത് ഈ മാർഗങ്ങളിലൂടെയാണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അതിലെന്തെങ്കിലും അപാകതകളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ നേരത്തെ തന്നെ അമിത്ഷാ പറഞ്ഞു, ജയിക്കുമ്പോൾ കോൺഗ്രസ്സിന് EVM-ൽ കുഴപ്പമില്ല, തോറ്റു കഴിഞ്ഞാൽ EVM മാനിപ്പുലേറ്റ് ചെയ്തു, EVM-ൽ ക്രമക്കേട്, EVM-ൽ കുഴപ്പങ്ങളുണ്ടാക്കി, ഏതിൽ കുത്തിയാലും വോട്ട് BJPക്ക് പോകും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വ്യക്തമാണ് എന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയതാണ്, വളരെ ലളിതമായിട്ട്. എന്തായാലും ഒമർ അബ്ദുള്ള ഈ കാര്യം വളരെ വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ രാഹുലിൻ്റെ വോട്ട് ചോരി എന്ന ആക്ഷേപത്തെയും ആരോപണത്തെയും നഖശിഖാന്തം എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. അദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവും AICC അംഗവുമായ ശശി തരൂർ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നു. തിരുവനന്തപുരത്ത് BJP നേടിയ, നഗരസഭയിലേക്ക് നേടിയ വിജയം വലിയ വിജയമാണത്, ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയാണ് അത് വരച്ചു കാട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് തരൂർ വളരെ കാവ്യാത്മകമായി പ്രതികരിച്ചു. എന്നു മാത്രമല്ല, അദ്ദേഹം വിജയികളെ അഭിനന്ദിക്കുകയും ചെയ്തു. UDF-ന് വലിയ മാർജിനിൽ മുന്നേറാൻ കേരളത്തിൽ സാധിച്ചു എന്നത് മാത്രമല്ല, വളരെ കൃത്യമായിട്ട് LDF പുറകിലേക്ക് പോയി, LDF പിന്തള്ളപ്പെട്ടു എന്നതും തരൂർ ചൂണ്ടിക്കാട്ടി. BJPയുടെ വിജയത്തെയും അദ്ദേഹം കുറച്ചു കണ്ടില്ല. ജയിച്ചവരെ എല്ലാം അദ്ദേഹം അഭിനന്ദിച്ചു. അവിടെയും അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ വോട്ട് ചോരി എന്ന ആക്ഷേപത്തിനെതിരെയാണ്. EVM-ൽ ക്രമക്കേടുണ്ട് എന്ന ആരോപണത്തിനെതിരെയാണ് തരൂർ നിലപാടെടുത്തത്.
അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ഇതൊക്കെ വെറും ആരോപണങ്ങളാണ്, ഇതൊന്നും ശരിയല്ല. ജനാധിപത്യപരമായി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കൃത്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് വേണ്ടത് എന്നായിരുന്നു തരൂർ പറഞ്ഞു വച്ചത്. ഇപ്പോഴിതാ ആ തരൂരിന് തൊട്ടു പുറകെ NCPയിലെ സുപ്രിയ സുലെ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ ആഞ്ഞടിച്ചു രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി എന്ന ആരോപണത്തിന് നേരെ. അവർ പറഞ്ഞു, ഞാനിതൊരിക്കലും വിശ്വസിക്കുന്നില്ല, ഞാൻ EVMൽ ക്രമക്കേടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതേ EVM ഉപയോഗിച്ചാണ്, ഇതേ വോട്ടർ പട്ടിക ഉപയോഗിച്ചാണ് ഞാൻ ജയിച്ചു വന്നത്. അപ്പോൾ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെങ്കിൽ അത് എൻ്റെ ജയത്തെയും അല്ലെങ്കിൽ എൻ്റെ ജയത്തിനും കാരണം ആ ക്രമക്കേടാണെന്ന് വരില്ലേ? EVMലെ ക്രമക്കേട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമുള്ളതാണോ? അതെല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ലേ എന്ന് അവർ ചോദിച്ചു. ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. കോൺഗ്രസിലെ ഒരു നേതാവും സുപ്രിയ സുലെക്ക് മറുപടി കൊടുക്കാൻ പോയിട്ടില്ല. സുപ്രിയ സുലെ ആരാണെന്ന് നമുക്കറിയാം, ശരത് പവാറുമായിട്ട് അവർക്കുള്ള ബന്ധം എന്താണെന്നും നമുക്കറിയാം. ശരത് പവാർ വിഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട, ഒരു പക്ഷേ ഇനി NCP ശരത് പവാർ വിഭാഗത്തെ നയിക്കുന്നത്, ഇപ്പോൾ തന്നെ ശരത് പവാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും പ്രധാന കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുന്നത് അവരാണ്. സുപ്രിയ സുലെ ഭാവിയിൽ NCPയെ ശരത് പവാർ വിഭാഗത്തെ നയിക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. അങ്ങനെയുള്ള സുപ്രിയ സുലെ നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂരിൽ ഇവരൊക്കെ കൃത്യമായിട്ട് കോൺഗ്രസിൽ നിന്ന് പോലും ആൾക്കാർ, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും അല്ലാതെയുള്ള നേതാക്കളും ഓപ്പറേഷൻ സിന്ദൂരിനെ അനുകൂലിച്ച്, നമ്മുടെ സൈന്യത്തെ അനുകൂലിച്ച് പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുത്തത് നന്നായി എന്ന് പറഞ്ഞാണ് രംഗത്ത് വന്നത്. നമുക്കറിയാം, MA ബേബിയെ പോലെയുള്ള CPM നേതാക്കൾ വരെ, മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനും അടക്കമുള്ള CPM നേതാക്കളൊക്കെയും ഇന്ത്യൻ സൈന്യത്തിന് പുറകിൽ പാറ പോലെ ഉറച്ചത് നമ്മൾ കണ്ടു. എന്നാൽ അപ്പോഴും രാഹുൽ ഗാന്ധിക്ക് മാത്രം അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം അവിടെ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യക്ക് എത്ര റഫാലുകൾ നഷ്ടപ്പെട്ടു, ഇന്ത്യയുടെ എത്ര വൈമാനികരെ പാകിസ്ഥാൻ തടവിലാക്കി എന്നൊക്കെ ചോദിച്ചാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അന്നും നമ്മൾ കണ്ടതാണ്, രാജ്യം ഒന്നടങ്കം രാഹുലിനെ എതിർത്തുകൊണ്ട് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോടൊപ്പം സൈന്യത്തോടൊപ്പം നിലയുറപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ വോട്ട് ചോരി ആക്ഷേപവും പോയിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റിലടക്കം ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് വളരെ ശക്തമായിട്ട്. അതുമാത്രമല്ല, SIR നടപ്പാക്കുന്നതിനോട് തുടക്കത്തിൽ എതിർപ്പൊക്കെ പ്രകടിപ്പിച്ച പല ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളും ഇപ്പോൾ അതിന് അനുകൂലമാണ്. അവർ ബീഹാറിലടക്കം ഈ കാര്യം ചെയ്തത് വളരെ നന്നായി എന്നുള്ള അഭിപ്രായക്കാരാണ്. പ്രത്യേകിച്ചും കുറഞ്ഞപക്ഷം ബംഗാളിലെ കോൺഗ്രസ്സുകാരെങ്കിലും സമ്മതിക്കും, ഈ SIR ബംഗാളിൽ എന്തായാലും നടപ്പാക്കേണ്ടതാണ് എന്ന് കുറഞ്ഞപക്ഷം ബംഗാളിലെ കോൺഗ്രസ്സുകാരെങ്കിലും സമ്മതിക്കും എന്ന് നമുക്കറിയാം. എന്തായാലും രാഹുൽ മുന്നണിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. രാഹുലിനൊപ്പമുള്ള ചില നേതാക്കളും ഒഴിച്ചു കഴിഞ്ഞാൽ, രാഹുൽ സ്തുതിപാഠകർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും SIRനെ അനുകൂലിക്കുന്നു. അതുപോലെ തന്നെ ഈ വോട്ട് ചോരി, EVM ക്രമക്കേട് തുടങ്ങിയ ആക്ഷേപങ്ങളെ എതിർക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും കഴിയും. അക്കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല.